ഹായ്, വെൽക്കം ടു മലബാർ മസാല. ഇത് പൊന്നമ്മ ബാബു ചേച്ചി, രാജേഷ് കുമാർ. അയ്യോ, ഞാനൊരു സെൽഫി എടുക്കാനുള്ള പരിപാടിയാ. ഓഹോ, തന്നെ മൊറോ ചേച്ചിയുടെ കൊച്ചു ഫോണില്ലേ, ഞാനൊക്കെ ഇപ്പൊ ഇതിലൊക്കെയാ സെൽഫി എടുക്കാറ്. ഓ, ചേച്ചി സെൽഫിക്കൊന്നും അല്ല അത് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസി മലയാളി പ്രേക്ഷകരോട് വലിയ താങ്ക്സ് പറയാനുണ്ട്. നമുക്കൊരു കത്ത് വന്നിരിക്കുന്നു ചേച്ചി. ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഈ കത്ത് ഇത്തിരി സ്പെഷ്യലാണ്. ബിക്കോസ് അതിൽ ഒരുപാട് മനസ്സ് തട്ടുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ചേച്ചി. ലെറ്റർ അല്ലേ ചേച്ചി, ഇന്നത്തെ കാലത്ത് എവിടെ ലെറ്റർ വരുന്നത്? ഇമെയിൽ. ഞാൻ സെൽഫി എടുക്കാം. വായിച്ചു. ഇങ്ങനെയാണ് മെയിൽ വന്നിരിക്കുന്നത്. ഞാൻ സെൽഫി എടുക്കാൻ പോവാ. ഓ, ഡിയർ പൊന്നമ്മ ചേച്ചി, എന്റെ പേരുണ്ടോ? രാജേഷ് ചോട്ട. അത് കറക്റ്റാ, ചോട്ട. ഞാൻ വായിച്ചു തെറ്റി ചേച്ചി. ചേട്ട, ചേട്ടിയോ അല്ല, ചേട്ട. ഓക്കെ, അത്രേ ഉള്ളോ? അതെ, അല്ല. ഡിയർ പൊന്നമ്മ ചേച്ചി ആൻഡ് രാജേഷ് ചേട്ട, മലബാർ മസാല ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. ഈ ഞങ്ങള് ആരാണ് എന്നല്ലേ? ഞങ്ങൾ ദുബായിൽ ഒരു മുറിയിൽ തിങ്ങിപ്പാർക്കുന്ന 4 ന്യൂ ജനറേഷൻ യുവാക്കളാണ്. അവരെന്നെ തീരുമാനിച്ചു ന്യൂ ജനറേഷൻ യുവാക്കളാണെന്ന്. റഹീം, മൊഹസിൻ, പ്രിവൻ, കൊള്ളാലോ പേര്, പ്രിവൻ, റിയാസ്. എന്നാണ് ഇവരുടെ പേര്. ഇതാണ് അവർ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ പ്രവാസി ജീവിതം ഞങ്ങളെ ആദ്യം പഠിപ്പിച്ചത് പാചകം തന്നെയാണ്. അത് വളരെ കറക്റ്റാണ്. ആരായാലും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പാചകം പഠിച്ചു പോകും. പൊന്നമ്മ ചേച്ചി ഉണ്ടാക്കുന്ന റെസിപ്പീസ് നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഞങ്ങൾ പരീക്ഷിക്കാറുണ്ട്. അതൊന്നും കൂടി വായിക്കണം അല്ലേ? പൊന്നമ്മ ചേച്ചി ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഞങ്ങൾ പരീക്ഷിക്കാറുണ്ട്. വിജയിച്ചിട്ടുമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. കീപ് റോക്കിംഗ് ചേച്ചി. ഓഹോ. പിന്നെ പൊന്നമ്മ ചേച്ചിയുടെയും രാജേഷ് ചേട്ടന്റെയും കോമ്പിനേഷൻ കപ്പയും മീനും പോലെ അടിച്ചുപൊളിയാണ്. ഓ, താങ്ക്സ് അനിയന്മാരെ, വെരി നൈസ് ഓഫ് യു. ഭയങ്കര ഒരു ഉപമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഫുഡിൽ നിന്ന് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ചേച്ചി, ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, അവരുടെ റിക്വസ്റ്റ് ചേച്ചിയോടാണ്. ഇവിടെ ചിക്കനാണ് ഏറ്റവും എളുപ്പം കിട്ടുക. ഓഹോ, അതുകൊണ്ട് ഒരു കിടിലൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡിഷ് ഞങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി തരണേ പ്ലീസ് എന്നാണ് ഇമെയിൽ എൻഡ് ചെയ്തിരിക്കുന്നത് ചേച്ചി. ചെയ്തു തന്നിരിക്കും. അപ്പൊ ഇന്ന് എന്താണ് പക്ഷേ ചേച്ചി? ഇന്ന് നമ്മൾ മത്തിപ്പീരിയ വെക്കാൻ പോകുന്നത്. അയ്യോ, അപ്പൊ എന്താണ്? റഹീം, മോസിൻ, പ്രിവൻ ആൻഡ് റിയാസ്, ഇന്ന് ഞങ്ങൾക്ക് മത്തിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സോ ഇന്ന് ചിക്കൻ ഇല്ല, പക്ഷെ ഉറപ്പായിട്ടും ചിക്കൻ ഉണ്ടാക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഇമെയിൽ വായിച്ച സന്തോഷത്തിൽ ഇന്നത്തെ മത്തിക്കറി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അല്ല, എന്താണ്? മത്തിപ്പീര. സോറി കേട്ടോ, കറിയല്ല, മത്തിപ്പീര നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതല്ല, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നില്ലല്ലോ, പിന്നെ എത്രയോ എപ്പിസോഡ് വരാൻ കിടക്കുന്നു. അപ്പൊ ചിക്കൻ്റെ വെറൈറ്റി സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട്. ഉറപ്പ്. അപ്പൊ ചേച്ചി, നമ്മള് ഫുഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇങ്ങനെയുള്ള ഇമെയിൽസ് കിട്ടുന്നതും നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നത്, ഇമെയിൽ മാത്രമല്ല എല്ലാ രീതിയിലും ഫീഡ്ബാക്സ് കിട്ടുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങൾ അയക്കേണ്ട ഒരു ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ കൃത്യമായിട്ടുണ്ട്. malabarmasala@gmail.com. വെരി സിമ്പിൾ, malabarmasala@gmail.com. അവിടേക്ക് അയക്കുക. അപ്പൊ ഇതുപോലുള്ള നല്ല മെസ്സേജസും, അത് മാത്രമല്ല ചേച്ചി അഭിപ്രായങ്ങള്, പിന്നെ റെസിപ്പീസ് വേണമെങ്കിൽ അയക്കാം. അതൊരു സജഷനും കൂടി ഉണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് റെസിപ്പീസ് അയക്കാം. റെസിപ്പീസ് അയച്ചിട്ട് പൊന്നമ്മ ചേച്ചിക്ക് ഇഷ്ടപ്പെടും, ഞാൻ അതിൽ ഇടപെടില്ലേ, പൊന്നമ്മ ചേച്ചിക്ക് ആ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ആ റെസിപ്പീസ് നമ്മളിവിടെ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പേരും കാര്യങ്ങളും ഇവിടെ പറയുന്നതായിരിക്കും. സോ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പിയും കൂടി
മലബാർ മസാലയിലേക്ക് അയക്കുക. ഒന്നുകൂടെ ആ ജിമെയിൽ അഡ്രസ് ഒന്നുകൂടെ ഓക്കെ, malabarmasala@gmail.com. ഈസി ആയ ഒരു വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഓർക്കാൻ പറ്റാവുന്നതാണ്. ചേച്ചി, നമ്മൾ ആ ഇമെയിൽ വിടുന്നു, നമ്മൾ ഫുഡിലേക്ക് പോകാനുള്ള സമയമായി. പക്ഷെ ചേച്ചി, നമുക്ക് രണ്ടുപേർക്കുള്ള എക്സ്പീരിയൻസ് ആണ്. പ്രവാസി മലയാളികൾ വീട് എത്ര മിസ് ചെയ്യുന്നു, ഇവിടുത്തെ ഫുഡ് എത്ര മിസ് ചെയ്യുന്നു, ഇവിടുത്തെ ലൈഫ് എത്ര മിസ് ചെയ്യുന്നു എന്നുള്ളത്. എല്ലാവരും പറയാറുണ്ട് ഫോറിനിലേക്ക് പോവാന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം അല്ലേ? പക്ഷെ അവിടെ പോയിട്ട് വർഷങ്ങളോളം ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒന്നും കാണാതെ കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. നമ്മൾ രണ്ടുപേരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി, പ്രവാസി മലയാളികളായ നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയും സ്നേഹവും എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഉറപ്പല്ലേ ചേച്ചിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലേ? നമ്മളിപ്പോ ദുബായിലെ പ്രോഗ്രാമിന് പോയാലും അവിടെ ചെന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ വരവേൽക്കുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകരാണ്. എന്താ പറയുന്നത്, അവരുടെ അവിടുത്തെ ഫുഡ് ഉണ്ടെങ്കിൽ പോലും അവരുടെ വീടുകളിൽ നമ്മൾ ഈ പറയുന്ന പുളിശ്ശേരി, ബീഫ് ഉലത്തിയത്, മീൻകറി, അച്ചാറ്, കഞ്ഞി, പയറ്, പപ്പടം എല്ലാം ആ വീടുകളിലുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പം ഞാൻ USA പോയിട്ടുണ്ട്, രാജേഷ് USA പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ഈ പറയുന്ന പ്രവാസികളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അവർക്ക് അവിടെ എന്താ കിട്ടാത്തത്, എല്ലാ സാധനവും കിട്ടും. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മലയാളത്തെ മറന്നവർ ഭക്ഷണവും രീതികളൊക്കെ അവർക്ക് അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ പോകുമ്പോൾ അവർ സ്പെഷ്യലായിട്ട് സ്നേഹത്തോടെ പറയുന്നത് ഞങ്ങൾ അതേ സ്റ്റൈലിലാട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. നമ്മൾ ചിലപ്പോൾ അവിടെ ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സ്റ്റേക്കും ബർഗറും എല്ലാം കഴിച്ചിട്ട് ഇത്തിരി ടയർഡായിട്ടുണ്ടോ. പക്ഷെ എനിക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചേച്ചിക്കൊക്കെ സത്യം പറഞ്ഞാൽ 2-3 ദിവസം ചേച്ചി പറഞ്ഞിട്ടുണ്ട് അല്ലേ, 2-3 ദിവസം കഴിയുമ്പോൾ ഒത്തിരി ചോറും കഞ്ഞിയും ഒക്കെ പുളിശ്ശേരിയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഒത്തിരിക്കും ഒരു മലയാളി ഇതൊക്കെ ആയിട്ട്. സോ ഇന്നത്തെ നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇന്ന് ചെയ്യുന്ന ഈ മീൻ പീര പ്രവാസികൾക്ക് വേണ്ടി. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് നാടുമായിട്ട് ഏറ്റവും വലിയ കണക്ഷൻ എന്ന് പറയുന്നത് ടെലിവിഷനാണ്. ദിവസം നിങ്ങൾ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായി പങ്കിടുന്നു അല്ലേ? അപ്പൊ ഇന്നത്തെ വലിയ വിശേഷങ്ങളുമായിട്ട് ചേച്ചി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ചേച്ചി ഇന്ന് എന്താണ് പറയൂ? ഞാനിന്ന് വെക്കുന്നത് മത്തിപ്പീര. നല്ല കാന്താരി ആക്കിയിട്ട് നല്ലൊരു മത്തിപ്പീര അങ്ങോട്ട് വെച്ച് കളയാം. ഒരുമാതിരി എല്ലാവരും പച്ചമുളക് കൂടുതൽ യൂസ് ചെയ്തതിനകത്ത്, എന്തായാലും ഞാനിതിനകത്ത് എനിക്ക് മത്തിപ്പീര വെക്കുമ്പോൾ കാന്താരി എനിക്കിഷ്ടം. കാന്താരി ചേർക്കും വേറൊരു ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക് ഇട്ട് വെക്കും അത് വേറൊരു ടേസ്റ്റാണ്. ഉണക്കമുളക് ഇട്ടും പീര വെക്കും അതും വേറൊരു ടേസ്റ്റാണ്. എനിക്കിഷ്ടമുള്ള ടേസ്റ്റാണ് ഉള്ള ഒരു വിഭവമാണ് ഞാൻ വെക്കുന്നത് മത്തിപ്പീര. അപ്പം നമുക്ക് അത് വെക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് ഞാനൊന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഞാൻ വെക്കുന്ന സ്റ്റൈലാണ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. പറയാം. അപ്പം ഇത് കണ്ട ചെറിയ മത്തിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് മത്തിപ്പീര വെക്കാൻ ചെറിയ മത്തിയാണ് നല്ലത്. ഇതൊരു ഇടത്തരം മത്തിയാണ് എങ്കിലും നമുക്ക് ഞുള്ളിയാൽ കുറച്ച് കാര്യമായ ദശയൊക്കെ കിട്ടും. മറ്റേ വലിയ ഞുള്ളിയാൽ വലിയ ദശയൊന്നും കിട്ടത്തില്ല. അപ്പോൾ എന്നെ ഞുള്ളിയൊക്കെ ഉണ്ടാ ദശ കിട്ടും. എന്നെ നുള്ളിയ ദശയെ ഒന്നും കിട്ടത്തില്ല എന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. ഞാനൊരു ചേച്ചി ഒരു നല്ല മത്തിയും ഞാൻ ഇടത്തരം പോലും അല്ല, ഒരു ലോക്കൽ മത്തിയാണെന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, മത്തി നമ്മൾ 3-4 എന്താ പറയുക മത്തിപ്പീരയല്ലേ. അപ്പോൾ ഞാനൊരു 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കൊടംപുളിയുണ്ട്, മഞ്ഞൾപ്പൊടി, കാന്താരി, ഇഞ്ചി, ഉള്ളി, ഉപ്പ്. ഇതാ മത്തിപ്പീരയുടെ കൂട്ട്. ഇതിനകത്ത് തേങ്ങ, മഞ്ഞൾ, കാന്താരി, വെളുത്തുള്ളി ഇത്രയിട്ട് ഒതുക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ഇതിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിലോട്ടങ്ങ് വെക്കുക. ഇതിന് താളിക്കലില്ല. മറ്റേ നമ്മൾ എന്ത് വെച്ചാലും ഒന്ന് താളിച്ചിട്ടല്ലേ ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ഇത് മത്തിപ്പീര എന്ന് പറയുന്നിടത്ത് താളിക്കലില്ല. ലാസ്റ്റാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റും അല്ല ഇടയ്ക്കാണ് ഇത് വരുന്നത്. നമ്മൾ ഇച്ചിരി എണ്ണയും കാര്യങ്ങളും കൊടുക്കുന്നത്. ഒന്ന് മത്തി ഒന്ന് പറ്റി തിളച്ചൊന്ന് പറ്റി വരാറാകുമ്പോഴാണ് നമ്മൾ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുള്ളതായിട്ടില്ല, ഞാൻ അതൊക്കെ ചെയ്ത് കാണിക്കാം. നമ്മുടെ ചട്ടി എവിടെ രാജേഷേ? ചേച്ചി കൊണ്ടുപോവാ. ചട്ടിക്കകത്ത് മീൻ പീര ചട്ടിക്കകത്ത് വെക്കുന്ന ഒരു സുഖം, മീനായാലും ഇറച്ചിയായാലും. പണ്ടുണ്ടല്ലോ ഈ ചട്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്, അടുപ്പൊക്കെ കത്തിക്കുന്നവർ. നമ്മളൊക്കെ അല്ലേ ഇറച്ചിയും കാര്യങ്ങളെല്ലാം കുക്കറിലല്ലേ വെക്കുക പെട്ടെന്ന് വേവാൻ വേണ്ടി. ഇന്നും കിച്ചണിൽ ഈ അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. മത്തി ഇട്ടു, തീ കുറച്ചു, ഉള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പേരിച്ചിരി വെളുത്തുള്ളി കൊണ്ട് ഇട്ട് ചെയ്യാൻ. ലേശേ വെള്ളം എടുത്തു. ലേശം ഞാനിതേ ഇതിട്ടു, വെള്ളം ഒഴിച്ചു, കൂട്ടിട്ടു, ഒഴിച്ചു. നിൽക്കട്ടെ. ഞാൻ മത്തിയും അതെല്ലാം ഒന്ന് വേവാനുള്ള ഇട്ടു. കറിവേപ്പില,
കറിവേപ്പില എപ്പോഴും എൻ്റെ കറിവേപ്പില ഈ കറിക്കിലൊക്കെ ഇച്ചിരി കൂടുതല. പുളി എനിക്കൊരു പാത്രം തരാമോ, ഇച്ചിരി വെള്ളം ഒഴിക്കാവോ? പിന്നെ പുളി എനിക്കൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട്. സാധാരണ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീടുകളിൽ പുളി എടുക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന മുഴുവത്തിനോടെ അങ്ങ് ഇട്ട് വെക്കും. അപ്പോൾ ഒന്നും പുളിക്ക് വലിയ വിലയില്ലായിരുന്നേ. ഇന്ന് കുടംപുളിക്ക് എന്താ വില? അപ്പം നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ പുളി എടുത്തിട്ട് ചെറുതായിട്ട് കീറി നമുക്ക് പുളി കിട്ടിയാൽ പോരെ. പിന്നെന്താ? മറ്റേത് അന്നത്തെ കാലത്ത് കുടംപുളി കറിയിട്ട് വെച്ചാൽ ഇത്ര ഉണ്ടാവും, 3-4 പുളി. അത് പുളി കൂടി അപ്പം തന്നെ കുത്തിയെടുത്ത് വെക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ കറി വെക്കാനുള്ളതുണ്ട്, പക്ഷെ അവിടെ ഒത്തിരി പുളി നഷ്ടപ്പെടുന്നുണ്ട്. ഇത്ര ഞാൻ എടുത്തു. ഓക്കെ, പുളി ഇട്ടു. പുളി ഇട്ടു, ഉപ്പിട്ടു. ശരിക്കും നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെക്കുക. ഇനി മൂള എടുത്തു. തീ ഒരു ഇടത്തരം തീ കൊടുത്താൽ മതി. തീ കറക്റ്റാ. വലിയ തീ ഇല്ലല്ലോ? വലിയ തീയില്ല, ഇരിക്കട്ടെ. മീഡിയം തീയാണ്. ഇടത്തരം മത്തിക്ക് ഇടത്തരം തീ. ഇടത്തരം തീ. ചേച്ചി, പ്രവാസികൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പണ്ടൊക്കെ പ്രവാസി എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലമാണ് ദുബായ് എന്നുള്ളൊരു സംഭവമാണ് എല്ലാ മലയാളിക്കും പറയാം അല്ലേ? എവിടെ പോകണം, ഫോറിൻ പോകണം, ദുബായ് പോകണം ജോലിക്ക് എന്നാ പറയാ. അതായത് അത് സൗദി പോയാലും എവിടെ പോയാലും ഒരു സ്ഥലം എല്ലാത്തിനും ഒരു പേരാ, ദുബായ്. ദുബായ് അമ്മയുടെ ചേച്ചിയുടെ മോൻ ഇപ്പൊ എവിടെയാ? എന്റെ മോൻ പേർഷ്യയിലാ. അന്നൊക്കെ പേർഷ്യ പറയാ. എന്റെ മോനെ പേർഷ്യ ജോലിയാ എന്ന് പറയുമ്പോൾ എന്തോ അവർ വലിയ എന്തോ ഒരു സംഭവം. ഇപ്പോഴല്ലേ ദുബായ്, ഖത്തർ, എന്തോ ദോഹ, അബുദാബി എന്നൊക്കെ സ്ഥലങ്ങൾ പറയാം. അന്ന് എല്ലാവരും പറയുന്നത് പേർഷ്യ. പേർഷ്യ പോയിരിക്കുക എൻ്റെ മോനെ എന്നാ പറയാ. അത് മാത്രമല്ല, ഇത് ഒരുപാട് ആൾക്കാർ ഈ കാണുന്ന പ്രേക്ഷകരും എനിക്കറിയാം ഏകദേശം ഒരുപാട് ആൾക്കാർ എന്താ പറയുക ദുബായിലേക്കൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. ഞാൻ എന്താ പറയുക ഫസ്റ്റ് ടൈമൊക്കെ പോയപ്പോൾ ഈ പറഞ്ഞു കേട്ടിരുന്നു, പക്ഷെ അനുഭവിച്ചത് അവിടെ പോയപ്പോഴാണ്. എന്താ അറിയോ ചേച്ചി, പോയ റോഡിൽ ചേച്ചി അനുഭവിച്ചത് തന്നെയാണ്. റോഡിൽ പോയിട്ട് നമ്മൾ അറിയാതെ മലയാളം ഉറക്കം സംസാരിച്ച ഒരു 4 ആൾ വന്നിട്ട് ഒരേ മലയാളിയാണോ അല്ലേ? ഇപ്പൊ നമ്മളെ ഈ വർക്കുകാരനും അറിയാം, പക്ഷെ വർക്കിന് മുമ്പ് പോകുമ്പോഴും മലയാളം അതായത് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. അത്രയും ആൾക്കാരാണ്. ഇപ്പൊ പിന്നെ എന്താ പറയുക, തമാശക്ക് പറയാൻ തുടങ്ങി ആകാശത്ത് എന്താ പറയുക ചന്ദ്രനിൽ പോയാലും അവിടെ നായരുടെ എന്താ പറയുക ചായപ്പീടി ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും ചേച്ചി ഇത് തന്നെയാണ്. നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക കാനഡയിൽ പോയിരുന്നു. അപ്പൊ നയാഗ്ര വാട്ടർഫോൾസിന്റെ അവിടെ പോയി. നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ ആ ഒരു മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ട് ഉണ്ട്. അത് നേരെ നമ്മുടെ വാട്ടർഫോളിന്റെ അടുത്ത് കൂടെ അറിയാലോ, ചേച്ചി പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ കാനഡയിൽ നിന്ന് അവിടെ കാനഡ സൈഡിൽ നിന്നാണ് നയാഗ്ര കാണാൻ കൂടുതൽ ഭംഗി. അവിടെ ഇറങ്ങി താഴെ ഇറങ്ങി പോയ ഉടനെ നമ്മളന്ന് സിനിമയിലും ടെലിവിഷനിലൊക്കെ ഉള്ള സമയം ഇറങ്ങിയ ഉടനെ തുരുതുരേ മലയാളികൾ, എവിടെ പോയാലും മലയാളികളാണ്. പക്ഷെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ പറഞ്ഞാൽ അവർ തരുന്ന സ്നേഹമാണ്. ചില സ്നേഹങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് സങ്കടം വരും. ഇവരൊക്കെ ഇത്രയോ സ്നേഹം നമ്മളോട് കാണിക്കുന്നുണ്ടല്ലോ, ഇത്രയോ സ്നേഹം നമ്മളോടൊക്കെ ഇവർക്ക് ഇത്ര സ്നേഹം ഉണ്ടോ എന്നറിയുന്നത് നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുമ്പോഴും തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോഴാണ് ഇവരുടെ സ്നേഹം നമ്മളെ അങ്ങോട്ട് എന്താ പറയുക തിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ നമുക്ക് എന്താ വേണ്ടേ, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യണ്ടേ, അല്ല ഇവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ അവർ വരണം, നമ്മുടെ വീട്ടിൽ വരണം, കാപ്പിടിക്കാൻ അല്ലെങ്കിൽ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് നമ്മുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞ് അവരെ നമ്മളെ ആർട്ടിസ്റ്റ് അവർക്കറിയാം. പക്ഷെ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല, അറിയത്ത് പോലുമില്ല. അപ്പോൾ ആ ഉള്ള ആൾക്കാരെന്താ പറയുന്നത്, ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് കേട്ടോ എൻ്റെ ചേച്ചി എൻ്റെ അമ്മയ്ക്കും ഉപ്പയ്ക്കും അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്കും ഒക്കെ പൊന്നമ്മ ചേച്ചി ഭയങ്കര ഇഷ്ടമാവും, അവർക്ക് ഭയങ്കര സന്തോഷമാവും. അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കാൻ നിൽക്കണം കേട്ടോ പറഞ്ഞു. അപ്പോൾ ഞാനൊരാ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് പറയാം കേട്ടോ, നമ്മളിവിടെ ഒരു ഗ്രൂപ്പായിട്ട് വന്നിരിക്കുക, അപ്പോൾ നമ്മളെല്ലാവരും നോക്കിയിട്ടൊക്കെ പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ സ്പോൺസർ എവിടെയുണ്ട് ഒന്ന് ചെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞാൽ അവർ വന്നാൽ ഞാൻ കൂടെ വരാം എന്ന് പറയും. പക്ഷേ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ഫ്രണ്ട്സ്. ഒരിക്കൽ ഞാൻ പറഞ്ഞ അപ്പോൾ നമ്മൾ സ്പോൺസറോട് പറയും, നമുക്ക് നാളെ പ്രോഗ്രാം ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോകും. അപ്പോൾ ഒന്ന് എന്നാ പറഞ്ഞാൽ അപ്പോൾ കുഴപ്പമില്ല, ഇത്ര മണിക്ക് വന്നമെങ്കിൽ ഷോയ്ക്ക് മുന്നേ വന്നമെങ്കിൽ എത്തിയേക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോഴും നമ്മൾ ഈ പറയുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ ഉണ്ടാക്കുക അതായിരിക്കും അവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുക. ഞാൻ സത്യമായിട്ട് വിചാരിച്ചു ലോട്ടറി അടിച്ച് മലേഷ്യ അങ്ങനെ അരുൺ ഘോഷിന്റെയും കൂടി അക്കു അക്ബർ സാറിന്റെയും കൂടി അനിൽ സി നായർ ക്യാമറമാന്റെയും കൂടി എന്താ പറയാ നേരെ വിട്ടു മലേഷ്യ. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ.
പ്രവാസികളെ ആണുങ്ങൾ 90% ബാച്ചിലേഴ്സ് ആയിട്ട് പോയവർ പഠിച്ചിരിക്കുവോ അല്ലേ ചേച്ചി? നമ്മളവിടെ പോകുമ്പോൾ കാണാറുള്ളത് ബിക്കോസ് ഗതികേട് കൊണ്ടെങ്കിലും നല്ല ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ മതിയാവും അവർക്ക് അവിടെ നിന്നുള്ള റെഡിമെയ്ഡും മറ്റേതൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പൊ എന്റെ മകനുണ്ട് കേട്ടോ, എന്റെ മകൻ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ ബാച്ചിലറാണല്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. ചേച്ചി അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ചേച്ചി പറയുമ്പോൾ വല്ലവർക്കും ആലോചന ഉണ്ടെങ്കിൽ ഒരു ബാച്ചിലർ എലിജിബിൾ ബാച്ചിലർ അവിടെ ഉണ്ട്. BSc നേഴ്സുമാര് IELTS പാസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അങ്ങനെ മലബാർ മസാല ഒരു മാട്രിമോണിയൽ കോളമും കൂടി ആക്കിയാ ചേച്ചി ബെസ്റ്റ്. പക്ഷേ ചേച്ചി ഈ പുറത്തുപോയ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഈ പ്രഷറോട് ഷെയർ ചെയ്യണം. ഞാൻ ഈ ഷോസിന് പോയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും മനസ്സിലാലോചിക്കും, ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറന്ന് എവിടെ പോകണോ? ഞാൻ ഫോറിനിലേക്ക് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകണം. പലരും പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ പോയിട്ടില്ല സിനിമയുടെ ഷൂട്ടിങ്ങിന്. നോക്കൂ ചേച്ചി, ഒരു മിനിറ്റ്, ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങെടുത്തു. അപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടി പിടിക്കത്തില്ല. എണ്ണ ഇളകി ചെന്ന് കഴിയുമ്പോൾ ചട്ടിയുടെ അടി പിടിക്കത്തില്ല. മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊന്ന് വിദേശത്തേക്ക് പോകണം എന്നുള്ളത്. അത് ഈയിടെയായിട്ട് നടന്നു ചേച്ചി. ഉത്സാഹ കമ്മിറ്റി എന്ന് പറയുന്ന സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. അപ്പൊ ആദ്യം എന്നോട് ഇതൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റപ്പാലത്ത് എന്റെ ഫസ്റ്റ് 1-2 ദിവസം ഒറ്റപ്പാലത്തായിരുന്നു. അപ്പൊ അവിടേക്ക് പോയപ്പോ അരുൺ ഘോഷാണ്, അറിയാലോ ചേച്ചി, റോമൻസിന്റെ കൂടി നമ്മുടെയൊക്കെ സുഹൃത്തുമാണ്. അതെ, നല്ല ആക്ടറുമാണ്. അക്കു അക്ബർ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പൊ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സെക്കൻഡ് ഡേ വർക്ക് ആകുമ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈവനിങ് കഴിയാറായി, ഞാൻ ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ 2 ദിവസമുള്ളൂ, ബാക്കി വേറെ ഒരു സിറ്റിയിലാണെന്നൊക്കെ ആദ്യം പറഞ്ഞു. അതിനാണ് പാസ്പോർട്ട് ഒന്ന് തന്നായിരുന്നു കേട്ടോ പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ. ഞാൻ പാസ്പോർട്ടാ? അതെന്തിന് പാസ്പോർട്ട്? ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം. നോക്കിയപ്പോൾ നേരെ പറഞ്ഞു മലേഷ്യയിലാണ് ബാക്കി ഷൂട്ട് എന്ന്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചു ലോട്ടറി അടിച്ച് മലേഷ്യ. അങ്ങനെ അരുൺ ഘോഷിന്റെയും കൂടി അക്കു അക്ബർ സാറിന്റെയും കൂടി അനിൽ സി നായർ ക്യാമറമാന്റെയും കൂടി എന്താ പറയാ നേരെ വിട്ടു മലേഷ്യ. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ അതും പറയണമല്ലോ. തീർച്ചയായും. അതായത് ഷൂട്ടിങ്ങിന് പോയാൽ ഏറ്റവും അധികം സഹായിക്കുന്നതും അവിടെയുള്ള മലയാളീസാണ്. നമുക്ക് അവിടുത്തെ പല കാര്യങ്ങളും അറിയില്ലല്ലോ. ചേച്ചിക്ക് അറിയാലോ അവിടുത്തെ സ്ഥിതി? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, അവിടുത്തെ ഒരുപാട് നിയമവശങ്ങളുണ്ട്. അപ്പൊ ഇവിടുന്ന് ചെല്ലുമ്പോൾ നമ്മുടെ മലയാളികളാണ് എവിടെയെല്ലാം പോയാലാണ് നമുക്ക് ഓരോന്ന് സാക്ഷ്യം കിട്ടുക. ചില ബിൽഡിംഗ് വേണം, ചിലർ ഷൂട്ട് ചെയ്യാൻ പാടില്ല, ചിലയിടത്ത് ഷൂട്ട് ചെയ്യാൻ നിരോധന മേഖലയൊക്കെ ഉണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും എന്താ പറയാ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നമ്മളെ കാണുമ്പോൾ ഇവരെല്ലാം ഓടി വരികയും ഒരു കാര്യം പ്രതീക്ഷിക്കാതെ സപ്പോർട്ട് വളരെയധികം സപ്പോർട്ടാണ്. അവരവർക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവാസികളുടെ ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങോട്ട് പറ്റി കറക്റ്റായി. ഇപ്പം ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഉപ്പുപുളിയാണല്ലോ മെയിന്. പുളിയുണ്ട്, ഉപ്പുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനത് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ ഇതിനുള്ള ചോറാണോ? എന്താ കഴിക്കാനുള്ളത്? ചോറുണ്ട് ചേച്ചി. അടുത്തു താങ്ക് യു. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. When the belly is full, it says to the head, sing fellow. No. സിമ്പിൾ കാര്യമാണ് പറയുന്നത്. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. മത്തിപ്പീര. ആവശ്യമായ ചേരുവകൾ: മത്തി, വെളുത്തുള്ളി, കൊടംപുളി, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, ഉപ്പ്. തേങ്ങ, മഞ്ഞൾ, കാന്താരി, വെളുത്തുള്ളി എന്നിവ ചതച്ചത്. തയ്യാറാക്കുന്ന വിധം: ചട്ടി ചൂടാക്കി അതിലേക്ക് മത്തിയും
ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ചു വച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾ, കാന്താരി, വെളുത്തുള്ളി എന്നിവയുടെ മിശ്രിതവും അതിനൊപ്പം ആവശ്യത്തിന് വെള്ളവും കൊടംപുളിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. തീ കുറച്ച് വേവിച്ച് വെളിച്ചെണ്ണ തൂകി വാങ്ങാം. യെസ് ചേച്ചി. താങ്ക് യു. ചേച്ചി ഇന്ന് ഞാൻ തന്നെ വേണം പറയാൻ. തീർച്ചയായും. ഓക്കെ. രാജേഷ് പറഞ്ഞ ഡബിൾ ഓക്കെയാ. അപ്പോൾ ചേച്ചിയുടെ മത്തിപ്പീര. ഞാൻ ഈ ടൈപ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ട്, പീര കഴിച്ചിട്ടുണ്ട്, പക്ഷെ നത്തോലിയുടെയാണ്. ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പുളിയും എരിവും നന്നായി കയറി നിൽക്കും. ഞാൻ ഈ ടൈപ്പ് കഴിച്ചിട്ടേ ഇല്ല, സത്യസന്ധമായിട്ട് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്റ്റൈലിൽ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബിക്കോസ് ചേച്ചിക്ക് ഈ സമയം കൊണ്ട് എന്നെ അറിയാം, പുളിയും എരിവും ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യൂ. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അത്ര തന്നെ കുടപുളിയും കൂടി ഇട്ടോളൂ കേട്ടോ. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്പെഷ്യാലിറ്റി അതും കൂടിയാണ്, അല്ലേ ചേച്ചി? പുളി നമ്മൾ മീനിനെ സംബന്ധിച്ച് ഇച്ചിരി ഉപ്പും പുളി എരിവും അത് പിടിക്കണം. മൂന്നും പിടിച്ചിട്ടുണ്ട് ഇതില്. പിന്നെ അതിനോട് കാന്താരി, കാന്താരി പ്രത്യേക ഒരു ടേസ്റ്റ്. മത്തിപ്പീരക്ക് നല്ല സൂപ്പറാണ്. കാന്താരി ഇട്ട് നിങ്ങൾ മത്തിപ്പീരെന്ന് വെച്ച് നോക്കിയേ. ഉള്ളവര് ഇല്ലാത്തവരോട് മത്തിപ്പീര നമ്മൾ ഒരിക്കലും പറയത്തില്ല കാന്താരി ഇട്ട് വെക്കാൻ. പച്ചമുളകായാലും ഉപയോഗിക്കാം, പക്ഷെ പച്ചമുളക് ഇട്ട് വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. മത്തിപ്പീര മോശമാവില്ല, പക്ഷെ കാന്താരി ഇട്ട് വെച്ചാൽ സൂപ്പറാണ്. ആ കാന്താരിയുടെയും ഫുള്ള് ടേസ്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. ചേച്ചി ഏതായാലും ഇത് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകണം. അതിനു മുമ്പ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാം, അല്ലേ? ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കൊട്ടേഷനാണ് ചേച്ചി. ഇത് അറബി നാടുകളിൽ പറഞ്ഞു വരുന്ന ഒരു ചൊല്ലാണ്. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. When the belly is full, it says to the head, sing fellow. സിമ്പിൾ കാര്യമാണ് പറയുന്നത്. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ വയറ് ബ്രെയിനോട് പറയത്രേ, തലയോട് പറയത്രേ, പാടൂ, അതായത് ഉല്ലസിച്ചിരിക്കൂ, സന്തോഷിച്ചിരിക്കൂ. അപ്പൊ അത് ചുരുക്കത്തിൽ പറയുന്ന ഒന്നുമല്ല. വയറിൽ നല്ല ഫുഡ് ഉണ്ടെങ്കിൽ വയറ് നിറയെ കഴിച്ചാൽ സന്തോഷത്തോടെ ഇരുന്നാൽ എന്നും പാട്ടുപാടി പറഞ്ഞാൽ ലിറ്ററലി പാട്ട് പാടുന്നല്ല കേട്ടോ, ഉല്ലസിച്ചിരിക്കും, സന്തോഷിച്ചിരിക്കുന്നതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് ഇത് കഴിക്കുമ്പോൾ എന്റെ വയറ് എന്റെ തലയോട് പറയും, പാട് ഫെല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് കഴിക്കല്ലേ? എന്നോടും പറയട്ടെ, പാടാ ഉറപ്പായിട്ടും. അല്ല ചേച്ചി, ഈ ഫുഡ് കഴിച്ചത് കൊണ്ട് നമ്മൾ പറയുകയും ചെയ്തു, ഈ ഫുഡ് കഴിച്ചാ പറഞ്ഞു വയറ് പാട് ഫെല്ലോന്ന്. അപ്പൊ നമുക്ക് പ്രവാസികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മൊത്തം സംസാരിച്ചത്. തീർച്ചയായും. അപ്പൊ ഇന്ന് പ്രവാസികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനും ചേച്ചിയും കൂടി, എല്ലാവർക്കും അറിയുന്ന പാട്ട് തന്നെയാണ്, വേറൊന്നുമല്ല, പക്ഷെ കറക്റ്റാണ്, നമുക്ക് ഫീൽ ചെയ്തു, അല്ലേ? തുടങ്ങല്ലേ ചേച്ചി? തുടങ്ങിക്കോ. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, പോയി വരുമ്പോൾ മത്തി കൊണ്ടുവരാ, കൈ നിറയെ പോയി വരുമ്പോൾ മത്തി കൊണ്ടുവരാ. This is Panama Babu Chechi and Rajesh Hebbar signing off.